ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിത്യജീവൻ എന്ന ശുശ്രൂഷയിൽ ഏറ്റവും ഭക്തിപൂർവ്വം പങ്കെടുക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ ശുശ്രൂഷയുടെ ആമുഖത്തിൽ തന്നെ പ്രാർത്ഥിക്കുകയാണ്. വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു മാസ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകം പ്രതിഷ്ഠിക്കപ്പെട്ട ഒക്ടോബർ മാസത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. ഈ കാലഘട്ടങ്ങൾ പ്രാർത്ഥനയുടെയും ജപമാല കൈകളിലേന്തി ദൈവസന്നിധിയിൽ കുഞ്ഞുങ്ങൾ മുതൽ വയോവൃദ്ധർ വരെ ഒരുമിച്ച് ഒരേ ഹൃദയത്തോടെ ദേവാലയങ്ങളിലും കുടുംബങ്ങളിലും വ്യക്തിപരമായും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കാലഘട്ടം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയുടെ ഏറ്റവും ഉറപ്പുള്ള ഒരു ആയുധമാണ് പരിശുദ്ധ ജപമാല. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ്റെ വിശ്വാസത്തെ നിലനിർത്താൻ ദൈവം തന്നിരിക്കുന്ന ആത്മീയ സമ്മാനമാണ് ജപമാല. സ്നേഹമുള്ളവരെ, കാലഘട്ടങ്ങളും ചരിത്രങ്ങളും ജപമാലയുടെ അഭിഷേകത്തെക്കുറിച്ച് നമ്മുടെ മുന്നിൽ സഭയും അതുപോലെ ലോകവും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് ഈ നിത്യജീവൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ നിത്യജീവന്റെ ആഴങ്ങൾ തിരിച്ചറിയണമെങ്കിൽ ഈ ലോകത്ത് കടന്നു പോകേണ്ട പ്രതിസന്ധികളും പ്രലോഭനങ്ങളെയും അതിജീവിക്കാൻ ദൈവം പരിശുദ്ധ അമ്മ വഴി നമുക്ക് നൽകിയിരിക്കുന്ന ജപമാല കൈകളിലെടുത്ത് ഈ ഒക്ടോബർ മാസത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങാം. അതിനു മുമ്പ് ജപമാല എങ്ങനെ ഈ ലോകത്തെയും സഭയെയും പിടിച്ചു നിർത്തി ആ പ്രാർത്ഥന വഴി ദൈവസന്നിധിയിൽ എപ്രകാരം പ്രാർത്ഥന കൈകൊണ്ടു എന്നറിയുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങൾ നമുക്ക് ഒത്തിരി പ്രതിസന്ധികൾ സമ്മാനിക്കുന്നുണ്ട്. അവിടെയെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടത് മിശിഹായുടെ സഭയ്ക്ക് എല്ലാ കാലങ്ങളിലും, വിശിഷ്യ യുഗാന്ത്യ നാളുകളിൽ ഏറ്റവും സുരക്ഷിതമായ അഭയ സങ്കേതമാണ് പരിശുദ്ധ അമ്മ. സഭയിലെ യുഗാന്ത്യ നാളുകളിലെ ഒരു അഭയ സങ്കേതമായിട്ട് ദൈവം നമ്മുടെ ഇടയിലേക്ക് അയച്ചിരിക്കുന്നത് പരിശുദ്ധ ദൈവ മാതാവിനെയാണ്. അതുപോലെ തന്നെ ഇപ്രകാരം പറയാറുണ്ട്, അതുകൊണ്ട് ഈ യുഗാന്ത്യ കാലഘട്ടങ്ങളിൽ നമുക്ക് ഒരു ആയുധം ആവശ്യമാണ്. ഈ കാലഘട്ടങ്ങളെ വിജയിക്കാൻ, ഈ കാലഘട്ടത്തിലെ അവസ്ഥകളെ തരണം ചെയ്ത് കടന്നു പോകാൻ ദൈവം തന്നിരിക്കുന്ന ഉറപ്പുള്ള ഒരു ആയുധമാണ് നമ്മുടെ എല്ലാം കൈകളിൽ എടുത്തിരിക്കുന്ന ഈ ജപമാല മണികൾ. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ എന്നെ ഒത്തിരി സ്പർശിച്ചൊരു ഗാനമുണ്ട്. ജപമാല കയ്യിൽ പിടിക്കും ഞാനമ്മതൻ കൈയും പിടിച്ച്, സുവിശേഷം കോർത്തോരാ നൂലിൽ ഞാൻ ജീവിതം ചേർത്തെന്നു വെച്ചു. സ്നേഹമുള്ളവരെ, ആ ഗാനത്തിന്റെ ഈരടികൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. ജപമാല കയ്യിലെടുക്കുമ്പോൾ നമ്മുടെ അമ്മയുടെ കൈയും പിടിച്ച് സ്വർഗത്തിലേക്ക് നോക്കുകയാണ്. യഥാർത്ഥത്തിൽ ജപമാല എന്നത് സുവിശേഷം കോർത്തൊരു മാലയാണ്. അവിടെ എൻ്റെ ജീവിതത്തെയും എൻ്റെ ജീവിതത്തിൻ്റെ വേദനകളെയും ദുഃഖ നൊമ്പരങ്ങളെയും ഈ സുവിശേഷത്തോട് ചേർത്ത് ഞാൻ കെട്ടിവെക്കുകയാണ്. നമുക്കറിയാം, ഒരു ജപമാല ഉണ്ടാക്കുമ്പോൾ ജപമാലയിൽ മുത്തുമണികളുണ്ട്. ആ മുത്തുമണികൾ കൂട്ടിയിണങ്ങാതിരിക്കാൻ അതിൽ ചില കെട്ടുകളിടും. എന്തിനാ? 10 മണികളെ ചേർത്ത് വയ്ക്കാനും പിന്നീടുള്ള ഒരു മണി സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന, അത് കൂടിയിളകി പോകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇതുപോലെ വചനമാകുന്ന ഈ ജപമാലയിൽ ഓരോ കെട്ടുകളും ചിലപ്പോൾ നിന്റെ ജീവിത പ്രശ്നങ്ങളെ നിനക്ക് ചേർത്ത് വയ്ക്കാം. അവിടെയാണ് യഥാർത്ഥത്തിൽ വചനമാകുന്ന ജപമാലയിലൂടെ നീ കടന്നു പോകുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യത്തിന് കടന്നു വരാൻ പറ്റുമെന്ന് പറയണം. യഥാർത്ഥത്തിൽ ജപമാല എന്നത് ഈശോയുടെ ജനന മരണ ഉത്ഥാനങ്ങളും ഈശോയുടെ അന്ത്യകാലഘട്ടങ്ങളിലേക്കുള്ള ഈശോയുടെ വരവിന് വേണ്ടി ദൈവജനം ഒരുങ്ങുന്നത് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് കടന്നു പോകുന്ന ദൈവജനത്തിന് കിട്ടിയ വലിയൊരു പ്രാർത്ഥന ആയുധമാണ് യഥാർത്ഥത്തിൽ ജപമാല. സ്നേഹമുള്ളവരെ, നമുക്ക് സഭയുടെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ വിശുദ്ധരായ മാർപ്പാപ്പമാരും വിശുദ്ധരും നമ്മുടെ മുന്നിൽ പറഞ്ഞു വെക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. ലയോ 13 മാർപ്പാപ്പ അദ്ദേഹം ഇങ്ങനെയാണ് കുറിച്ചു വെച്ചിരിക്കുന്നത് ജപമാല പ്രാർത്ഥനയെ കുറിച്ച്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ആൽബിജീനിയൻസ് എന്ന് പറഞ്ഞ പാഷണ്ഡത നമ്മുടെ ലോകത്തും സഭയിലും നിറഞ്ഞു വന്ന ഒരു കാലഘട്ടത്തിൽ സഭ അത് വളരെ ശക്തമായി നേരിടേണ്ട ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങൾ പ്രത്യേകിച്ച് വലിയ ക്ലേശങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടായ ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് വലിയ യുദ്ധോപകരണങ്ങൾ കൊണ്ട് രാജ്യങ്ങളും പ്രത്യേകിച്ച് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റങ്ങളും രാജ്യത്തെ നശിപ്പിക്കാൻ നോക്കുമ്പോൾ ആ കാലഘട്ടത്തിലാണ് ദൈവം വിശുദ്ധനായ ഡൊമിനിക്കിനെ ദൈവം ഉയർത്തിക്കൊണ്ടുവരുന്നത്.
ഡൊമിനിക്കിനെ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് സഭയുടെ മുന്നിലെ ഡൊമിനിക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധനായ ഡൊമിനിക്ക്, യുദ്ധ ഉപകരണങ്ങൾ കൊണ്ടല്ല, നമ്മൾ വിശുദ്ധമായ ജപമാല കൊണ്ട്, ജപമാല ഭക്തി കൊണ്ട് ഈ ഒരു യുദ്ധത്തെ നേരിടണം. യുദ്ധത്തിന് യുദ്ധ ഉപകരണങ്ങളെക്കാൾ ശക്തമായ ഒരു ആയുധം ഒരു കത്തോലിക്കന്റെ കയ്യില്, ഒരു ക്രൈസ്തവന്റെ കയ്യിലുണ്ട്. അതാണ് ജപമാല. ഇത് കയ്യിലെടുത്ത് നിങ്ങൾ ഇതിനെതിരെ പടപൊരുതണം. ആ കാലഘട്ടങ്ങളിൽ ഡൊമിനിക്കിന്റെ വാക്ക് കേട്ട് ജപമാല ഭക്തി വർദ്ധിക്കുകയും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ വലിയ പാഷണ്ഡതകൾ ഈ ലോകത്ത് നിന്ന് വിട്ടുപോവുകയും ചെയ്തു. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടങ്ങളിലും വലിയ യുദ്ധങ്ങളും ഭീഷണികളും ഉണ്ടാകുമ്പോൾ കയ്യിൽ ജപമാല എടുത്ത് ശക്തമായി സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ ഒക്ടോബർ മാസത്തിൽ നമുക്കൊരുങ്ങാം. അത് നമ്മുടെയും മറ്റുള്ളവരുടെയും നിത്യജീവന് കാരണമായി തീരുന്ന വലിയൊരു കൃപയാണ്. ലയോ 13 മാർപ്പാപ്പ പറയുന്ന ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. അപകടകാരികളായ പാഷണ്ഡികളിൽ നിന്നും പാഷണ്ഡതകളിൽ നിന്നും എതിർക്കാൻ നമുക്ക് നൽകിയിരിക്കുന്ന വലിയ ഒരു ആയുധമാണ് ജപമാല. ഈ കാലഘട്ടങ്ങളിൽ അപകടകാരികളായ ചില പാഷണ്ഡികൾ, തെറ്റായ പഠനങ്ങൾ ഈ ലോകത്ത് കൊണ്ടുവരുന്നത്, പാഷണ്ഡതകൾ സഭയുടെ ഇടയിലും സഭയുടെ വ്യക്തിത്വങ്ങളിലും തെറ്റായ പഠനങ്ങൾ കടന്നു വരാം. അവിടെയെല്ലാം നമ്മൾ ദൈവത്തോട് ചേർന്ന് സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ പരിശുദ്ധ അമ്മയുടെ കയ്യും പിടിച്ച് ജപമാല ചൊല്ലി ഈ കാലഘട്ടത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പിയൂസ് 5 മാർപ്പാപ്പ പറയുന്നത് ഇപ്രകാരമാണ്. ജപമാലയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു സാക്ഷ്യമുണ്ട്. പിയൂസ് 5 മാർപ്പാപ്പ ഇപ്രകാരമാണ് പറയുന്നത്: ജപമാല വഴി ക്രൈസ്തവർ പെട്ടെന്ന് പുതിയ മനുഷ്യരായിത്തീരുന്നു. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു, മാനസാന്തരങ്ങൾ സംഭവിക്കുന്നു. കാരണം ദൈവം കുരിശിൽ വെച്ച് കൊടുത്ത ഒരു അമ്മയെ കൊണ്ടു നടക്കുമ്പോൾ യോഹന്നാനുണ്ടായ ജീവിത മാറ്റങ്ങൾ ഒരു ജീവിതത്തിലും സംഭവിക്കുന്നു എന്നുള്ളതാണ് പിയൂസ് 5 മാർപ്പാപ്പ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്: അബദ്ധ സിദ്ധാന്തങ്ങളുടെ ഇരുട്ടിൽ വീണുപോകാതെ കത്തോലിക്ക വിശ്വാസത്തിന്റെ കൂടുതൽ പ്രകാശിതമാക്കാൻ യഥാർത്ഥത്തിൽ ഈ കാലഘട്ടങ്ങളിൽ ശക്തമായി ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കണം. സ്നേഹമുള്ളവരെ, അബദ്ധ സിദ്ധാന്തങ്ങൾ, പ്രബോധനങ്ങൾ ഈ കാലഘട്ടത്തിൽ നിറഞ്ഞു വരുന്ന സമയമാണ്. ആരാ എന്താ വിശ്വസിക്കാൻ പോലും പറ്റാത്ത കാലഘട്ടങ്ങൾ. അവിടെ നമ്മുടെ കൈകളിൽ ജപമാല മണികൾ ഉരുളാൻ തുടങ്ങേണ്ടതാണ്. അവിടെ നമ്മുടെ വിശ്വാസങ്ങൾ വ്യതിചലിച്ചു പോകാതെ, നമ്മുടെ യൗവനങ്ങൾ, കുഞ്ഞുങ്ങൾ അബദ്ധ സിദ്ധാന്തങ്ങളുടെ പുറകെ പോയിട്ട് ജീവിതത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുന്ന ഈ കാലഘട്ടങ്ങളിൽ ജപമാല എന്ന ആയുധം നമുക്ക് ഒരു വലിയ ആയുധമായിട്ട്, ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്നവന് കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധമായിട്ട് വിശ്വാസത്തിന്റെ മുന്നിൽ നിൽക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നേരിടാനിരിക്കുന്ന വലിയ വിപത്തുകൾ എന്താണെന്ന് തിരിച്ചറിയണം. എന്താണ് ഈ കാലഘട്ടത്തിൽ നേരിടാനിരിക്കുന്ന വലിയ വിപത്ത്? യുഗാന്ത്യ സഭയിൽ നേരിടുന്ന വലിയ വിപത്ത് അബദ്ധമായ പ്രബോധനങ്ങളാണ്. ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ഇന്ന് കുഞ്ഞുങ്ങളുടെ ഇടയിൽ അബദ്ധ പ്രബോധനങ്ങളുണ്ട്. അവരെല്ലാം കാണുന്ന സൂപ്പർ ഹീറോസ് എന്ന് പറയുന്നത് കൊല്ലാനും കൊന്നൊടുക്കാനും വേണ്ടിയിട്ടുള്ള വ്യക്തികളാണ്, അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ആരെയും നശിപ്പിക്കാം എന്നുള്ളൊരു ചിന്ത. സ്നേഹമുള്ളവരെ, ഈ അബദ്ധ പ്രബോധനം കുഞ്ഞുങ്ങളുടെ ഇടയിൽ സ്വന്തം മാതാപിതാക്കളെ പോലും ക്രൂരമായി പീഡിപ്പിക്കാൻ ചെറുപ്പ കാലഘട്ടങ്ങളിൽ തന്നെ മാധ്യമങ്ങളിലൂടെയും വ്യക്തികളുടെയും പുസ്തകങ്ങളിലൂടെയും അവരിലേക്ക് അടിച്ചിറങ്ങുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു വിശ്വാസം മാത്രമേ ശരിയുള്ളൂ, ബാക്കിയെല്ലാം തെറ്റാന്ന് പഠിപ്പിക്കുന്നത്, തെറ്റായ പ്രേമബന്ധത്തിന്റെ അബദ്ധ സിദ്ധാന്തങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, സഭയ്ക്കെതിരെ പഠിപ്പിക്കുന്ന, വിശ്വാസത്തിനെതിരെ പഠിപ്പിക്കുന്ന അബദ്ധ സിദ്ധാന്തങ്ങൾ, അത് ഈ കാലഘട്ടത്തിന്റെ യുഗാന്ത്യ കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ്. സ്നേഹമുള്ളവരെ, അതുപോലെ തന്നെ കത്തോലിക്ക വിശ്വാസത്തെ മായം ചേർക്കുന്ന ഒരു അവസ്ഥ, യഥാർത്ഥ വിശ്വാസത്തിൽ പല കാര്യങ്ങൾ ചേർത്ത് മായം ചേർക്കുന്ന ഒരു പരിശ്രമം, പല വിധത്തിലുള്ള പരിശ്രമങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും. വിശ്വാസത്തിന് വ്യതിചലിക്കുന്ന എല്ലാം ശരിയാകും, കുഴപ്പമൊന്നുമില്ല, തെറ്റ് ചെയ്യുന്നത് കുഴപ്പമില്ല, പാപത്തെ ന്യായീകരിക്കുന്ന അവസ്ഥകൾ വരുന്ന, മായം ചേർക്കുന്ന അവസ്ഥകൾ ഉണ്ടാകാം. മറ്റൊന്ന്, അബദ്ധ പ്രബോധനങ്ങൾ സഭയ്ക്കുള്ളിൽ നുഴഞ്ഞു കയറും. വിശ്വാസത്തിൻ്റെ ഉള്ളിലേക്ക് വ്യക്തികളിലൂടെ, വസ്തുക്കളിലൂടെ നുഴഞ്ഞു കയറുന്ന അവസ്ഥകളുണ്ടാകും. പിന്നെയുള്ളത് വ്യാജ പ്രവാചകന്മാർ, എതിർ ക്രിസ്തുക്കൾ ഈ കാലഘട്ടത്തിലുണ്ട്. വ്യാജ പ്രവാചകൻ തെറ്റായ പഠനങ്ങളിലൂടെ ഒത്തിരി പേരെ മാറ്റി നിർത്തുക, സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവരാക്കുക, സഭയിൽ നിന്ന് വിഘടിച്ചു കൊണ്ടുപോവുക. അങ്ങനെ എതിർ ക്രിസ്തു, ഞാൻ ദൈവമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒത്തിരി വ്യക്തികൾ ഈ കാലഘട്ടത്തിലുണ്ടാവും. സ്നേഹമുള്ളവരെ, അങ്ങനെയുള്ള ഈ കാലഘട്ടങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ നിന്ന് കടന്നു പോകുന്നുണ്ട്. അവിടെ കയ്യിലെടുക്കേണ്ടത് പരിശുദ്ധ അമ്മയോട് ചേർന്ന്, ബലിപീഠത്തോട് ചേർന്ന് ജപമാല ചൊല്ലി കർത്താവിൻ്റെ സഹന, പീഡാസഹന, ഉത്ഥാന, മരണ എല്ലാം ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നവരായിട്ട് നമ്മൾ മാറണം.
ഈ കാലഘട്ടം ജപമാല എന്ന സംരക്ഷണം കൊണ്ട് പൊതിയാൻ പറ്റണം. ഈ കാലഘട്ടം സഭയുടെ മക്കളെ ഒരുമിച്ച് ചേർക്കാൻ ജപമാല മണികളിൽ നമ്മൾ ചേർന്ന് നിൽക്കണം. അവിടെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഈ ഒക്ടോബർ മാസത്തിലെ വലിയൊരു അഭിഷേകം ലോകം മുഴുവനിലും വ്യക്തികളിൽ നിറയ്ക്കാൻ നമുക്ക് സാധിക്കണം സ്നേഹമുള്ളവരെ. അതുകൊണ്ട് ഇപ്രകാരം പറയാറുണ്ട്, ആത്മീയ മാത്രമായ വിജയം മാത്രമല്ല ജപമാല ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നത്, ഭൗതികമായ ഒരു വിജയം കൂടി ദൈവം തരും. ഈ ജപമാലയുടെ പ്രാർത്ഥനയിൽ ആത്മീയ വിജയം മാത്രമല്ല ഭൗതിക വിജയയോടെയും ഒരു വ്യക്തിക്ക് ദൈവം പങ്കുവെച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ദൈവവചനമാണ്. വചനം പറഞ്ഞു പ്രാർത്ഥിക്കുന്നവർക്ക് ആത്മീയമായും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ ദൈവം പകർന്നു കൊടുക്കും. അതുകൊണ്ട് ചരിത്രത്തിൽ ഇത് വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ആത്മീയമായിട്ടുള്ള വളർച്ചയുണ്ടായതും ഭൗതികമായ വളർച്ചയും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ലോകത്തും സമൂഹത്തിലും സഭയിലും ഉണ്ടായ മാറ്റങ്ങൾ. ലയോ 13 മാർപ്പാപ്പ 1571 കാലഘട്ടങ്ങളെ കുറിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്. ലയോ 13 മാർപ്പാപ്പ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഈ കാലഘട്ടങ്ങളിൽ തുർക്കി സൈന്യം യൂറോപ്പിൽ മുഴുവൻ അന്ധവിശ്വാസത്തിൻ്റെയും കിരാതമായ ഒരു വലിയ ഭീഷണിയുടെ കാലഘട്ടം, തുർക്കി സൈന്യത്തിൻ്റെ വലിയ പീഡനങ്ങളുടെ കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് അന്ധവിശ്വാസങ്ങൾ, വിശ്വാസത്തിൽ നിന്ന് മനുഷ്യനെ വ്യതിചലിപ്പിക്കുന്ന അന്ധവിശ്വാസങ്ങളിലേക്ക് ജനങ്ങളെ അടിച്ചേൽപ്പിച്ചൊരു കാലഘട്ടം. അതുപോലെ തന്നെ കിരാതമായ ഒരു ക്രൂരത നിറഞ്ഞ ഒരു വലിയ ഭരണകാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. ആ സമയത്ത് പിയൂസ് 5 മാർപ്പാപ്പയുടെ കാലഘട്ടമായിരുന്നു. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ജപമാല യജ്ഞം നടത്തി എന്ന് പറയണം. ജപമാല ചൊല്ലി സഭയിലെ മക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഒക്ടോബർ 6 വരെ ക്രൈസ്തവ സൈന്യം ഭയങ്കര പരാജയമായിരുന്നു. ഈ തുർക്കി സൈന്യത്തെ തോൽപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ പരാജയം ഏറ്റെടുക്കേണ്ടി വന്നു. എന്നാൽ സ്നേഹമുള്ളവരെ, യുദ്ധത്തിൽ പോകാത്തവരോട് മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞ്, യുദ്ധമുഖത്ത് നിൽക്കുന്നവർ യുദ്ധമുഖത്ത് നിൽക്കുക. അത് യുദ്ധത്തിന് പോകാത്തവരെല്ലാവരും ചെയ്യണം, കുടുംബത്തിലിരുന്ന് അഖണ്ഡ ജപമാല ഈ യുദ്ധത്തിന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു കൂട്ടം ജനത ഈ തുർക്കി സൈന്യത്തിൽ നിന്ന് വിജയിക്കാൻ വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ കാലഘട്ടങ്ങളിൽ ഒത്തിരി അഖണ്ഡ ജപമാലയ്ക്ക് വേണ്ടി പിതാവ് ആഹ്വാനം കൊടുത്തു. എല്ലാ കുടുംബങ്ങളിലും ദേവാലയങ്ങളിലും എല്ലായിടത്തും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ. സ്നേഹമുള്ളവരെ, അതിൻ്റെ ഭാഗമായിട്ട് ഒക്ടോബർ 6 കഴിഞ്ഞ് ഒക്ടോബർ 7 ക്രൈസ്തവ സൈന്യം വിജയിക്കാൻ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ആ ഒരു ദിനത്തെ കൃതജ്ഞരുടെ ദിനമായിട്ട് മാർപ്പാപ്പ മാറ്റുകയാണ്. അദ്ദേഹം പിയൂസ് 5 മാർപ്പാപ്പ ഒക്ടോബർ 7 ഈ വിജയത്തിന് വേണ്ടിയിട്ട് ഒരു കൃതജ്ഞത ദിനമാക്കി. അതിന് ഇങ്ങനെ ഒരു പേര് കൊടുത്തു, വിജയമാതാവിൻ്റെ തിരുനാൾ ആഘോഷപരമായി മാർപ്പാപ്പ ആ ദിവസത്തെ ആഘോഷിച്ചു. അങ്ങനെയാണ് വിജയമാത എന്ന പരിശുദ്ധ അമ്മയുടെ ഒരു തിരുനാള് സഭയിൽ കൊണ്ടാടാനുള്ള വലിയ ഇടവന്നത്. സ്നേഹമുള്ളവരെ, ഈ തിരുനാള് പിന്നീട് ഗ്രിഗറി 13 മാർപ്പാപ്പ വിശുദ്ധ ജപമാലയുടെ തിരുനാളായി പുനഃസ്ഥാപിച്ചു. 13 മാർപ്പാപ്പ, ഗ്രിഗറി 13 മാർപ്പാപ്പ ഇത് ജപമാലയുടെ തിരുനാളായി മാറും. കാരണം ജപമാല ചൊല്ലി ഒരു കാലഘട്ടത്തിൽ ജനത്തിന്റെ വേദനകൾക്ക് വേണ്ടി മാർപ്പാപ്പയും ദൈവജനവും പ്രാർത്ഥിച്ചതുകൊണ്ട് ഇത് ജപമാലയുടെ തിരുനാളായി പിന്നീട് സഭയിൽ അറിയപ്പെട്ടു. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ കാലഘട്ടങ്ങളിൽ ഒത്തിരി പ്രതിസന്ധികളിൽ സഭയ്ക്ക് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങൾ നമുക്കറിയാം ഒത്തിരി പേര് അഭയാർത്ഥികളായിട്ട് കടന്നു വന്ന് വലിയ യുദ്ധങ്ങളും വലിയ പീഡനങ്ങളും പല രാജ്യങ്ങളിൽ സംഭവിക്കുമ്പോൾ അവിടുത്തെ യഥാർത്ഥ വിശ്വാസങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു, വിശ്വാസികളെ പോലും കൊന്നൊടുക്കുന്ന അവസ്ഥകളിലേക്ക് കടന്നു പോകുന്ന ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ കൈകളിൽ ജപമാല മണികൾ ഉരുടേണ്ട സമയമായി. അത് ദൈവാനുഗ്രഹത്തിന്റെ കൃപയായിട്ട് ലോകത്തിൽ വ്യാപിക്കുമെന്ന് സഭ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ സഭ നേരിട്ടൊരു കാലഘട്ടത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ സഹായം തേടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. 1884 ആഗസ്റ്റ് 30 പ്രസിദ്ധീകരിച്ച മുൻവർഷം എന്ന ചാക്രിയ ലേഖനം, ലയോ 13 മാർപ്പാപ്പ 1884 ആഗസ്റ്റ് 30 പ്രസിദ്ധീകരിച്ച മുൻവർഷം എന്നൊരു ചാക്രിയ ലേഖനം. അതിൽ ഇപ്രകാരമാണ് ലയോ 13 മാർപ്പാപ്പ എഴുതി വച്ചിരിക്കുന്നത്: ഏഷ്യയിലുണ്ടായ കോളറ എന്ന ആ പകർച്ചവ്യാധി ഒത്തിരി പേരെ മരണത്തിലേക്ക് കൊണ്ടുവന്ന ഒരു രോഗാവസ്ഥയായിരുന്നു. അത് അതിർത്തി ലംഘിച്ച് ദൈവ നിശ്ചയപ്രകാരം ഫ്രഞ്ച് തുറമുഖത്തേക്കും കടന്നു വന്നു. ആ കാലഘട്ടങ്ങളിൽ ജനങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന സ്ഥലമാണ് ഫ്രഞ്ച് തുറമുഖങ്ങൾ. അവിടെ ഒത്തിരി ഇത് പ്രതിസന്ധികളുണ്ടായി. പിന്നീട് ഇറ്റലിയുടെ മണ്ണിലേക്ക് പടർന്നു പിടിക്കാൻ തുടങ്ങിയ സമയത്ത് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ പിതാവ് അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് ആഹ്വാനം ചെയ്തു. ആ കാലഘട്ടങ്ങളിൽ ഒത്തിരി പേര് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രത്യേകിച്ച്
ഈ രോഗപീഠ, ഈ പകർച്ചവ്യാധി ലോകത്തുനിന്ന് വിട്ടുപോയെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രാൻസിലെ ഒരു വലിയ സംഭവമാണ്, ഒരു വലിയ രാജാവാണ് ലൂയിസ് രാജാവ്. ഇദ്ദേഹം ജനിക്കാൻ ഒരു വലിയ കാരണം ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. 12 വർഷമായിട്ടും ഈ രാജാവിൻ്റെ അമ്മയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. 12 വർഷമായി കുഞ്ഞുങ്ങളില്ലാതെ വളരെ വേദനിച്ച് രാജഭരണം ആരെ ഏൽപ്പിക്കണം, അങ്ങനെ വലിയ ദുഃഖത്തോടെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ വിശുദ്ധ ഡൊമിനിക് ആ രാജകൊട്ടാരത്തിൽ കടന്നു എന്ന് പറയുകയാണ്, നിങ്ങളെല്ലാവരും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ഈ രാജ്ഞിയോട് പറഞ്ഞു, ഒത്തിരി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, നിനക്ക് ദൈവം കുഞ്ഞിനെ തരും. അങ്ങനെ ഒത്തിരി ജപമാല ചൊല്ലി, അതുപോലെ രാജ്യത്തുള്ള എല്ലാവരോടും ആഹ്വാനം ചെയ്തു, ഇവിടെ ഒരു രാജാവ് ജനിക്കാൻ വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ. അങ്ങനെ എല്ലാവരും ജപമാല ചൊല്ലുന്നു. ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുന്നവരെല്ലാവരും ജപമാലയും അഖണ്ഡ ജപമാലയും ചൊല്ലി. അതുപോലെ തന്നെ രാജാവ് ഒരു കാര്യം ചെയ്തു, ആ രാജ്യത്ത് മുഴുവൻ ജനത്തിനും ജപമാല ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ വലിയൊരു ജപമാല യജ്ഞം നടക്കുന്ന ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അവർക്ക് ഒരു കുഞ്ഞിനെ ദൈവം കൊടുക്കുകയാണ്. ആ കുഞ്ഞാണ് പിന്നീട് ഫ്രാൻസിന്റെ ലൂയിസ് രാജാവായിട്ട് മാറുന്നത്. ഈ രാജാവിനെ കുറിച്ച് എപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട്, നന്മയിൽ നയിച്ച ഒരു രാജാവായിരുന്നു. ആ മകൻ ജനിക്കാൻ തന്നെ ദൈവഹിതം ഉണ്ടായതുകൊണ്ട് ആ മകന്റെ ജീവിതം ഒരു നന്മയായിട്ട് മാറി. വിശുദ്ധനായ പാദ്രി പിയോ പറയുന്നത് ഇങ്ങനെയാണ്, ജപമാല ഏറ്റവും നല്ല പടച്ചട്ടയാണ്. ഒരു ജീവിതത്തിൽ എടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പടച്ചട്ടയാണ് ജപമാല. സ്നേഹമുള്ളവരെ, വിശുദ്ധനായ ഫ്രാൻസിസ് ഡി സാലസ് പറയുന്ന മനോഹരമായൊരു വാചകമുണ്ട്. അത് ഇപ്രകാരമാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണമെങ്കിൽ ഏറ്റവും നല്ല മാർഗം ജപമാല അർപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നന്നായി പ്രാർത്ഥിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അലസത വരുന്നുണ്ടെങ്കിൽ, നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും നല്ല മാർഗം ജപമാല കയ്യിലെടുത്ത് ദൈവസന്നിധിയിൽ ജപമാല ചൊല്ലി സമർപ്പിക്കുക എന്നുള്ളതാണ്. അവിടെ നിന്റെ ആധ്യാത്മിക ജീവിതത്തിന്, പ്രാർത്ഥനയ്ക്ക് തടസ്സം നിൽക്കുന്ന എല്ലാ തിന്മകളും എടുത്തു മാറ്റപ്പെടും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് യുഗാന്ത്യത്തിൻ്റെ ഈ കാലഘട്ടങ്ങളിൽ ആത്മീയ സമരത്തെ പോലെ ഭൗതികമായ എതിർപ്പുകളും ഈ കാലഘട്ടത്തിൽ സഭയ്ക്കും വ്യക്തികൾക്കും ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ആത്മീയ സമരത്തിലേക്ക് പടപൊരുതുമ്പോൾ ഒരു വലിയ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം തരും. അത് എപ്രകാരമാണ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. ഒന്ന്, രാജ്യങ്ങളും ജനങ്ങളും സഭയ്ക്കെതിരെ അണിനിരക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കണം, സത്യം തിരിച്ചറിഞ്ഞ് സത്യവിശ്വാസത്തിലേക്ക് ദൈവജനം കടന്നു വരാൻ. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പലപ്പോഴും ഇന്ന് കാണാം, യുവജനങ്ങളിൽ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ചില ചിന്താഗതികൾ, ചില ചിന്താധാരകൾ ഇന്ന് പലരുടെയും ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, സഭയുടെ കൈകളിൽ ജപമാല ഒരു ആയുധമാണ്. സഭയുടെ മക്കൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, സഭയുടെ വിശ്വാസത്തിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട്, ആരെങ്കിലും വിശ്വാസം കണ്ട് തിരിച്ചു വരുമ്പോൾ അവരെ പോലും നഷ്ടപ്പെടാതെ സഭയോട് ചേർത്ത് പിടിക്കാനുള്ളൊരു കൃപയ്ക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം. സഭയുടെ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങൾ തരണം ചെയ്യാൻ ജപമാല എന്ന പ്രാർത്ഥനയ്ക്ക് വലിയൊരു ശക്തിയുണ്ട്. ഈ കാലഘട്ടം നമ്മുടെയൊക്കെ കയ്യിൽ ഉരുളുന്ന ജപമാലയ്ക്ക് വലിയൊരു കൃപയുണ്ട്. സിക്സ്റ്റസ് 4-ാമൻ മാർപ്പാപ്പ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ജപമാല ദൈവത്തിനും കന്യകാമറിയത്തിനും ബഹുമാനം പരിഗണിക്കുന്നു. ജപമാല ചൊല്ലുമ്പോൾ ദൈവത്തിനും കന്യകാമറിയത്തിനും നമ്മൾ ബഹുമാനം പരിഗണിക്കുന്നു. ആസന്നമായ അപകടങ്ങളിൽ നിന്ന് വഴിമാറി വിട്ടുനിൽക്കാൻ ജപമാല നമ്മെ സഹായിക്കുന്നു. ആസന്നമായ പല പ്രതിസന്ധികളിലും അപകടങ്ങളിൽ നിന്നും വഴിമാറി നിൽക്കാൻ, അപകടങ്ങളിൽ വീണുപോകാതെ നിൽക്കാൻ ജപമാല നമുക്ക് വലിയൊരു ശക്തിയാണെന്ന് സിക്സ്റ്റസ് മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുക. അതുപോലെ സ്നേഹമുള്ളവരെ, ഉർബൻ മാർപ്പാപ്പ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്, ജപമാല ഓരോ ദിവസവും ക്രിസ്തു മതത്തിന് പുതിയ വരം നേടിക്കൊടുക്കുന്നു. ജപമാല ചൊല്ലുന്ന ഒരു വ്യക്തിക്ക്, ഒരു ക്രൈസ്തവന്, ഒരു വിശ്വാസിക്ക് അവരുടെ ജീവിതത്തിൽ അവർക്ക് പുതിയ വരങ്ങൾ നൽകി കൊടുക്കുന്നു. സ്നേഹമുള്ളവരെ, വരദാനങ്ങളിൽ വളരുന്നവരുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ അവർ ജപമാലയിൽ കൈയും പിടിച്ച് നിൽക്കുന്നവരായിരിക്കും. പരിശുദ്ധ അമ്മയോട് ചേർന്ന്, വചനത്തോട് ചേർന്ന്, വചനം മാംസമായ അമ്മയോട് ചേർന്ന് ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ അത് വഴിതെറ്റിപ്പോകാതെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ നിലനിൽക്കാൻ സാധിക്കുമെന്നുള്ളത് സുവിശേഷ വേല ചെയ്യുന്ന ഏതൊരു വിശ്വാസിയുടെയും വിശ്വാസ സത്യങ്ങൾക്കുണ്ടാവും. ആരെയും എതിർക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് അവരുടെ ബലഹീനതയിൽ അവരെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കും. കാരണം പരാതികളും കുറ്റം വിധിച്ചും കർത്താവിൽ നിന്ന് ഓടിപ്പോയ
യഥാർത്ഥ ശിഷ്യന്മാരെ ചേർത്ത് പിടിച്ച് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ യഥാർത്ഥ ദൗത്യങ്ങളെ ക്രിസ്തുവിൻ്റെ ജ്ഞാനം വഴി അവരിലേക്ക് പകർന്നു കൊടുത്തത്. ഇത് തന്നെയാണ് ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ മക്കളെ ജപമാല ചൊല്ലാൻ പഠിപ്പിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൈകളിൽ ജപമാല കൊടുക്കണം. സ്നേഹമുള്ളവരെ, ജപമാല കൊടുക്കാത്ത കൈകളിലേക്ക് അവർ വളർന്നു വലുതായി കഴിയുമ്പോൾ ജപമാല വെച്ചു കൊടുത്താലും അത് കയ്യിൽ അവർക്കൊരു അരോചകത്വമായിരിക്കും. ഈ കാലഘട്ടങ്ങളിൽ മൊബൈൽ ഫോണുകൾ വെച്ചു കൊടുക്കുമ്പോഴും അതോടൊപ്പം തന്നെ അതിനെ മാറ്റി നിർത്തി ജപമാല കയ്യിലെടുത്ത് ചെല്ലാൻ പഠിപ്പിക്കണം. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന അവരുടെ അധരങ്ങളെ ഉച്ചരിക്കപ്പെടണം. സ്നേഹമുള്ളവരെ, ഇന്ന് പല ഗാനങ്ങളും മക്കളുടെ അധരങ്ങളിൽ ഉച്ചരിക്കപ്പെടുമ്പോൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന അതിൻ്റെ കൃത്യതയോടെ വ്യക്തതയോടെ ചെല്ലാൻ ഇന്ന് കുഞ്ഞുങ്ങൾക്ക്, യുവജനങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിന് കാരണം മാതാപിതാക്കളെ നമ്മളുടെ ആത്മീയ ജീവിതത്തിൻ്റെ പരാജയമാണെന്ന് തിരിച്ചറിഞ്ഞൂടെ? അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് നിൽക്കാം. ഈ ഒക്ടോബർ മാസം നമ്മുടെ സഭയില്, നമ്മുടെ കൂട്ടായ്മയില് ഒരു വിശുദ്ധിയുടെ കാലഘട്ടമായി മാറ്റാൻ പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ. അതുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ കൊണ്ടു നടന്ന ഒരു വിശുദ്ധനായ മാർപ്പാപ്പയായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിത അനുഭവം തന്നെ ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത്: ജപമാല പ്രാർത്ഥനയ്ക്ക് എൻ്റെ ആത്മീയ ജീവിതത്തിൽ സുപ്രധാനമായ സ്ഥാനമുണ്ട്. സന്തോഷത്തിൻ്റെ നിമിഷത്തിലും ദുഃഖത്തിൻ്റെ വേളയിലും ജപമാല എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഏത് ആകുലതയിലും ഞാൻ ആശ്രയിച്ചു. എപ്പോഴും അത് ഞാൻ ആഹ്വാനമായി കണ്ടെത്തി. സ്നേഹമുള്ളവരെ, മാർപ്പാപ്പയുടെ ജീവിതത്തിലെ നഷ്ടങ്ങളിലും ദുഃഖങ്ങളിലും വേദനയിലും സന്തോഷത്തിലും അമ്മയുടെ കരം പിടിച്ചു. നമുക്കും പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഈ ഒക്ടോബർ മാസം പ്രാർത്ഥിക്കാം. നിങ്ങൾ ചൊല്ലിക്കൂട്ടുന്ന ജപമാലമണികൾ സ്വർഗത്തിൻ്റെ റോസാപ്പൂക്കളായി മാറി സഭയ്ക്കും സമൂഹത്തിനും ഒരു അനുഗ്രഹമായി മാറട്ടെ. ദൈവം പരിശുദ്ധ അമ്മ വഴി നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യജീവന്റെ കൃപ ഈ ഒക്ടോബർ മാസം ജപമാല വഴി നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ആമേൻ.